ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ നാളെ അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങൾ ഇന്ന് എരുമേലിയിൽ എത്തിച്ചേരും. വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എപ്പോഴാണ് പേട്ടതുള്ളൽ ആരംഭിക്കുക? കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? ശബരിമല സന്നിധാനവും പരിസരവും എല്ലാം തന്നെ മകരവിളക്കിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണെന്ന് പറയാൻ കഴിയും. അതിനു മുന്നോടിയായിട്ടുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് എരുമേലി പേട്ടതുള്ളൽ. ഇതിൻ്റെ ഭാഗമായി അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങൾ എരുമേലിയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ ചന്ദനക്കുടമാണ്. എരുമേലിയിൽ പള്ളിയിൽ നടക്കുന്ന പ്രസിദ്ധമായ മറ്റൊരു ചടങ്ങാണ്. അതിന് തൊട്ടു പിന്നാലെ നാളെയോടുകൂടിയായിരിക്കും എരുമേലി പേട്ടതുള്ളലുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുക. ആദ്യം അമ്പലപ്പുഴ സംഘവും തൊട്ടു പിന്നാലെ ആലങ്ങാട്ട് സംഘവും എരുമേലിയിൽ പേട്ടതുള്ളൽ ശബരിമല സന്നിധാനത്തേക്ക് തിരിക്കും. ഇതിൻ്റെ പറയപ്പെടുന്ന ഐതിഹ്യം, അമ്പലപ്പുഴ സംഘം എന്ന് പറയുന്നത് അയ്യപ്പൻ്റെ പോരാളികൾ ആണെന്നാണ് വിശ്വാസം. മഹിഷി നിഗ്രഹം കഴിഞ്ഞ് അയ്യപ്പനോടൊപ്പം സന്നിധാനത്തേക്ക് പുറപ്പെട്ടവരാണ് അമ്പലപ്പുഴ സംഘം എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം പേട്ടതുള്ളുക അമ്പലപ്പുഴ സംഘമായിരിക്കും. ചെറിയമ്പലത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി, ഗജവീരൻ്റെ അകമ്പടിയോടുകൂടി പേട്ടതുള്ളുന്ന സംഘം നേരെ പള്ളിയിലേക്ക് എത്തും. എരുമേലി പള്ളിയിലെത്തി അവിടുത്തെ സ്വീകരണം ഏറ്റുവാങ്ങിയതിന് ശേഷം വലിയമ്പലം കടന്ന് നേരെ സന്നിധാനത്തേക്ക് പുറപ്പെടും. ആലങ്ങാട്ട് സംഘം പേട്ടതുള്ളി ഉച്ചയ്ക്ക് ശേഷമാണ് ആലങ്ങാട്ട് സംഘത്തിൻ്റെ പേട്ടതുള്ളൽ. ആലങ്ങാട്ട് സംഘം പേട്ടതുള്ളി നേരെ വലിയമ്പലത്തിലേക്കും പള്ളിയിലേക്കും കയറില്ല. കാരണം ഈ രണ്ട് സംഘങ്ങളുടെയും വിശ്വാസമനുസരിച്ച് അമ്പലപ്പുഴ സംഘത്തോടൊപ്പം തന്നെ എരുമേലിയിൽ നിന്നുള്ള വാവരസ്വാമിയും അയ്യപ്പസ്വാമിയും സന്നിധാനത്തേക്ക് പുറപ്പെട്ടു എന്ന ഒരു സങ്കല്പമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആലങ്ങാട്ട് സംഘം എരുമേലിയിൽ കയറാതെ നേരെ ശബരിമല സന്നിധാനത്തേക്ക് പുറപ്പെടും. ഇരു സംഘങ്ങളും മകരവിളക്കിൻ്റെ തലേ ദിവസം പമ്പയിലെത്തി പമ്പ സദ്യയും പമ്പ വിളക്കും നടത്തിയതിനു ശേഷമായിരിക്കും 13-ാം തീയതി വൈകുന്നേരത്തോടുകൂടി നട തുറക്കുക. ഒപ്പം മകരവിളക്ക് ദിവസം ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര 12-ന് പന്തളത്ത് നിന്ന് പുറപ്പെടും. ഇതിൻ്റെ ഒരുക്കങ്ങളും ഏകദേശം അവസാന ഘട്ടത്തിലാണ്. ശബരിമല സന്നിധാനത്തും പരിസരത്തുമൊക്കെ തന്നെ വലിയ തരത്തിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നാളെ, അതായത് 12-ാം തീയതി മുതലാണ് തീർത്ഥാടകർക്കുള്ള നിയന്ത്രണങ്ങൾ വരിക. സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെയുള്ളവയ്ക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. കാരണം പരമാവധി അപകടരഹിതമായ ഒരു മകരവിളക്ക് ഉത്സവം അതുതന്നെയാണ് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും മുന്നിൽ കാണുന്നത്. എന്തായാലും ഇതുവരെയുള്ള കണക്കുകളും അതുപോലെ തന്നെ തീർത്ഥാടകരുടെ പ്രവാഹവും അനുസരിച്ച് മുൻ വർഷങ്ങളിൽ നിന്നും വളരെയധികം തീർത്ഥാടകർ ശബരിമല സന്നിധാനത്ത് ദർശനത്തിനെത്തി എന്ന് വ്യക്തമാക്കുന്നുണ്ട്. നാളെ രാവിലെ 10 മണിയോടുകൂടി തന്നെ എരുമേലി പേട്ടതുള്ളലുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ എരുമേലിയിൽ തുടങ്ങും. ശരി, ബിനോയാണ് വിശദാംശങ്ങൾ നൽകിയത്.